ഡ്രഗ്സും വയലൻസും നാടിന്റെ സമാധാനം കെടുത്തുമ്പോൾ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാടെ നഷ്ടപ്പെടുന്നുവെന്ന് ഷാഫി പറമ്പിൽ എംപി. രഞ്ജി ട്രോഫി മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച ക്രിക്കറ്റ് താരം തലശ്ശേരിയിലെ സൽമാൻ നിസാറിനെ വീട്ടിലെത്തി അനുമോദിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു എംപി. രഞ്ജി ട്രോഫിയുടെ 75 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയ നേട്ടമുണ്ടാക്കാൻ നമ്മുടെ ടീമിന് സാധ്യമായത് വാക്കുകൾ കൊണ്ട് അഭിനന്ദിക്കുന്നതിലും അപ്പുറം അഭിമാനിക്കാവുന്നതാണ് നാടിനും രാജ്യത്തിനും നൽകിയതെന്ന് ഷാഫി പറമ്പിൽ എംപി ചൂണ്ടിക്കാട്ടി. സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിലുള്ള ടീം ഇങ്ങനെ പെർഫോം ചെയ്യുന്നത് ക്രിക്കറ്റിനെ കരിയറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള പ്രചോദനമാണ്. ഇത് ഒരാളുടെ മാത്രം നേട്ടമല്ല. തലശ്ശേരിയിൽ ബാറ്റും ബോളും കയ്യിലെടുക്കുന്ന ഓരോ കുട്ടികളുടെയും മനസ്സിലെ പ്രചോദനം കൂടിയാണ് സൽമാൻ കുറിച്ച ചരിത്രമെന്നും എംപി കൂട്ടിച്ചേർത്തു. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകൾ നമ്മുടെ സമൂഹത്തിലെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാടെ നഷ്ടപ്പെട്ടതിൻ്റെതാണ്. ഡ്രഗ്സും വയലൻസും ഒക്കെ നമ്മുടെ നാടിന്റെ സമാധാനം കെടുത്തുമ്പോൾ ചെറുപ്പക്കാരും കുട്ടികളും അറിയേണ്ടത് ബോധമില്ലാത്ത സന്തോഷങ്ങളല്ല, ബോധത്തിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന നേട്ടങ്ങളും കഠിനാധ്വാനങ്ങളുമാണ്. അതിന്റെ ജയപരാജയങ്ങളുമൊക്കെയാണ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ. IPL-ൽ തലശ്ശേരിക്കാരുടെ സാന്നിധ്യം നമ്മൾ സ്വപ്നം കാണുകയാണെന്നും എംപി കൂട്ടിച്ചേർത്തു. എത്ര വാക്ക് പറഞ്ഞാലും മതിയാവാത്ത സന്തോഷവും അഭിമാനവുമാണ് പ്രിയപ്പെട്ട സൽമാൻ ഈ നാടിന്, നമ്മുടെ കേരളത്തിന്, രാജ്യത്തിന് തന്നെ നൽകിയത്. രഞ്ജി ട്രോഫി ചരിത്രത്തിന്റെ എനിക്ക് തോന്നുന്നു 75 വർഷത്തെ ചരിത്രത്തിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം നമ്മുടെ ടീം സാധ്യമാക്കുമ്പോൾ, ഫൈനൽ കളിക്കുമ്പോൾ, ഫൈനലിൽ പോലും ഒരു പ്രതീക്ഷക്കൊത്ത പെർഫോമൻസിന്റെ അടുത്ത് വരെ എത്തുമ്പോൾ അതിന്റെ പിന്നിൽ നമ്മൾ നയിച്ചതിന്റെ പിന്നിൽ ഒരു തലശ്ശേരിക്കാരന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. വേറെ അക്ഷയ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, അതുപോലെ നമ്മുടെ കൊയിലാണ്ടിക്കാരൻ രോഹനുണ്ട്, പിന്നെ സച്ചിന്റെ നേതൃത്വത്തിൽ, സച്ചിൻ ബേബിയുടെ നേതൃത്വത്തിൽ, ആ പേരിനോട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ. സച്ചിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു ടീം അഭിമാനത്തോടെ പെർഫോം ചെയ്യുമ്പോൾ ക്രിക്കറ്റിന് ഒരു പാഷനായി കൊണ്ടു നടക്കാൻ ആഗ്രഹിക്കുന്ന, കരിയറാക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾക്കുള്ള പ്രചോദനമാണ്. ഇത് ഒരാളുടെ നേട്ടം മാത്രമല്ല, ഈ തലശ്ശേരിയിൽ ബാറ്റും ബോളും കയ്യിലെടുക്കുന്ന ഓരോ കുട്ടിയുടെ മനസ്സിലും പ്രചോദനമാണ് പ്രിയപ്പെട്ട സൽമാൻ കുറിച്ച് ചരിത്രമെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അതുമാത്രമല്ല, ഇതിനൊരു സോഷ്യൽ റെലവൻസും കൂടിയുണ്ട്. ഇപ്പം നമ്മുടെ നാട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മുടെ സമൂഹത്തിൻ്റെ സ്പോർട്സ്മാൻ സ്പിരിറ്റ് പാടെ നഷ്ടപ്പെട്ടതിൻ്റെയാണ്. ഡ്രഗ്സും വയലൻസും ഒക്കെ നമ്മുടെ നാടിൻ്റെ സമാധാനം കെടുത്തുമ്പോൾ പിള്ളേരറിയേണ്ടത്, ചെറുപ്പക്കാരറിയേണ്ടത് ബോധമില്ലാത്ത സന്തോഷങ്ങളല്ല, നല്ല ബോധത്തിലിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഇതുപോലത്തെ നേട്ടങ്ങളും കഠിനാധ്വാനങ്ങളും അതിൻ്റെ ജയപരാജയങ്ങളും അതൊക്കെയാണ് ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട അഡിക്ഷൻ. ആ അർത്ഥത്തിൽ സൽമാൻ ഒരു പ്രതീകമാണ്, ഒരു പ്രചോദനമാണ്. അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങൾ ഉണ്ടാവട്ടെ. രാജ്യത്തിൻ്റെ ജേഴ്സി അണിയുന്ന ഒരു നാൾ നമ്മളെല്ലാവരും സ്വപ്നം കാണുകയാണ്. IPL-ൽ നമ്മുടെ സാന്നിധ്യം, ഒരു തലശ്ശേരിക്കാരൻ്റെ സാന്നിധ്യം കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവുന്ന ഒരു സീസൺ നമ്മൾ സ്വപ്നം കാണുകയാണ്. UDF ചെയർമാൻ M. മഹ്മൂദ്, കൺവീനർ MP അരവിന്ദാക്ഷൻ, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി തഫ്ലീം മാണിയാട്ട, TP ഷാനവാസ്, PC റിസാൽ, ജംഷീർ മഹ്മൂദ്, അർബാസ് ഒളവിലം എന്നിവരും MPക്കൊപ്പം ഉണ്ടായിരുന്നു. ഓസ്ട്രേലിയയിൽ നടന്ന പ്രകടനത്തിൽ ഇന്ത്യൻ A ടീമിന്റെ ഫീൽഡിംഗ് കോച്ചായ മസർ മൊയ്തുവിനെ MP ഷാൾ അണിയിച്ച് ആദരിച്ചു.